യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഐശ്വര്യ സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. 112 സങ്കീർത്തനമാണ്. ഇതിലാകെ 10 വാക്യങ്ങളെ ഉള്ളൂ എങ്കിലും ഒരു നീതിമാന്റെ 24 അനുഗ്രഹങ്ങൾ നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. കൊലോസ്യർക്കുള്ള ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കൊലോസ്യ ലേഖനം മൊത്തം ഒരു വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ അതിൽ 4 അധ്യായങ്ങളിലും 4 വ്യത്യസ്തപരമായ രീതിയിലുള്ള ഒരു വളർച്ചയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് വളർച്ച എന്നത് സമമായി ചേർക്കുന്നത് ഒരു വൃക്ഷത്തിന് തുല്യമായിട്ടാണ്. ഒരു വൃക്ഷത്തിന് 4 ഘട്ടത്തിലുള്ള വളർച്ചയുണ്ട്. 1 മുകളിലേക്കുള്ള വളർച്ച, 2 താഴേക്കുള്ള വളർച്ച, 3 അകത്തേക്കുള്ള വളർച്ച, 4 പുറത്തേക്കുള്ള വളർച്ച. ദൈവസന്നിധിയിൽ ഒരു അനുഭവ സാക്ഷിയുമായി നിൽക്കപ്പായിരുന്നു സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ദൈവം എന്നെ അത്ഭുതകരമായ അതിശയമായി നടത്തി. ആപത്ത് തന്ത്രങ്ങളെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. കഴിഞ്ഞ വർഷം അഭിഷേകം പ്രാപിക്കാനും രക്ഷിക്കപ്പെടുവാനും ദൈവനെ സഹായിച്ചു. ഈ വർഷം സ്നാനപ്പെടുവാനും ദൈവം സഹായിച്ചു. കുറച്ച് നാൾക്ക് മുൻപ് തലവേദനയുടെ പ്രശ്നത്താൽ ഭാരപ്പെട്ടു. ദൈവം അതിൽ നിന്ന് തന്നെ വിടുവിച്ചു. ഈ വർഷം SLCയിൽ ദൈവം ഉന്നത വിജയം തന്നു. തുടർന്നുള്ള എൻ്റെ പഠനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കും. ഞങ്ങൾക്ക് ഓരോരുത്തരും കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഒരു ആശംസ പറയുകയാണ് എൻ്റെ കർത്തവ്യം. കഴിഞ്ഞ ഒരു വർഷക്കാലം പൈതങ്ങളെ അത്ഭുതകരമായി ദൈവം നടത്തി. ചില കുഞ്ഞുങ്ങൾക്ക് സ്നാനമേറ്റ് കർത്താവിനോട് ചേരുവാൻ സഹായിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ദൈവം അനുഗ്രഹിച്ചു. ഒരു ആരും മടിയന്മാരായി തീരാതെ എല്ലാവരും സഭാരാധനയിൽ നല്ലവണ്ണം പങ്കുചേരുവാൻ ഇടയായി. വന്ന് അവർ ഫ്രണ്ടിൽ നിൽക്കുന്നത് തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ദൈവത്തിന് സ്തോത്രം. ആശംസ അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ ദൈവസ്നേഹത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് മുന്നിൽ നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. വിശ്വാസികളെ പ്രതികരിച്ച് ആശംസ അർപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. സൺഡേ സ്കൂൾ ഡേ ഞങ്ങളെ ദൈവം ഓരോരുത്തരെയും അവിടെ നിന്ന് കൊണ്ടുവന്നതിനൊക്കെ സ്തോത്രം.